ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ഇതാ യോഹന്നാൻ ശ്ലീഹ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നെയും നിന്നെയും പഠിപ്പിക്കുകയാണ്. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഓരോരുത്തരും വിശ്വസിക്കുക, എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നു. ഹീ ഈസ് ആക്റ്റീവ്, മൈ ഗോഡ് ഈസ് ആക്റ്റീവ്. ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളും ഭാരങ്ങളും എന്നെ വല്ലാണ്ട് തളർത്തിക്കളഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അവസാനിച്ചു എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഇതാ നിന്നോട് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നു, ഇതാ നിന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹീസ് ആക്റ്റീവ്. ദൈവം നിന്നിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ അത്ഭുതകരമായി ഇടപെടുന്ന സമയമാണ്. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഏത് വിഷയത്തിലാണോ നീ ഭാരപ്പെട്ടിരിക്കുന്നത്, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന നിന്റെ ജീവിതത്തിൻ്റെ ഈ പ്രശ്നത്തിൽ ഇതാ ദൈവം നിന്നോട് പറയുന്നു, നിന്നിൽ ദൈവം പ്രവർത്തിക്കുന്നു. യെസ്, മൈ ഫാദർ ഈസ് സ്റ്റിൽ വർക്കിംഗ് ആൻഡ് ഐ ഓൾസോ ആം വർക്കിംഗ്. ഇതാ ഈശോ നിന്നോട് പറയുന്നു, എൻ്റെ ദൈവം പ്രവർത്തന നിരതനാണ്, പ്രവർത്തിക്കുന്ന ദൈവം. നിന്റെ ബുദ്ധിക്ക് മനസ്സിലാകില്ല, എന്നാൽ പൗലോസ്ലീഹ കൃത്യമായി വചനത്തിൽ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം എഫേസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവചനം, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും മഹത്വമുണ്ടാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, എൻ്റെ സഹോദര സഹോദരി, നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നീ വിശ്വസിക്കണം, നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവം. നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതാവസ്ഥ എന്ത് തകർന്ന അനുഭവമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നീ ചിന്തിക്കും, ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, ഞാൻ അത്രമേൽ തകർന്ന വ്യക്തിയാണ്. നീ ഒരുപക്ഷെ ചിന്തിക്കും, എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ കുടുംബ പാരമ്പര്യം കൊണ്ടും ഈ ശാസ്ത്ര ലോകം കൊണ്ടും പലതും നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു, എന്നാൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ ഇതാ നിന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. എഫേസോസ് ലേഖനത്തിൽ അതാണ് നിന്നെ ഓർമ്മപ്പെടുത്തുന്നത്. 3-ാം അധ്യായം 20-ാം തിരുവചനം, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും മഹത്വമുണ്ടാവട്ടെ. 2 കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെക്കാമോ? കണ്ണുകളടച്ച് പ്രാർത്ഥിക്കൂ. നിന്നെ എന്താണ് ഭാരപ്പെടുത്തുന്നത്? നീ ഏതെങ്കിലും വ്യക്തിയെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നുണ്ടോ? ഒരുപക്ഷെ നിന്റെ വീട്ടിലെ ആരെങ്കിലും കുറിച്ചാണോ നീ ഭാരപ്പെടുന്നത്? നിന്റെ ആരോഗ്യത്തെക്കുറിച്ചാണോ നീ അസ്വസ്ഥപ്പെടുന്നത്? ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു, ഈ രോഗം നിന്റെ അവസാനമാണ്, നീ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും, നീ ഇനി രക്ഷപ്പെടത്തില്ല, നീ എഴുന്നേറ്റ് നടക്കത്തില്ല, നിന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കുമെന്ന് നാട്ടുകാരും വീട്ടുകാരും വൈദ്യശാസ്ത്രവും ലോകവും നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് നീ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു, എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. യെസ്, എൻ്റെ ഉള്ളിൽ ഇതാ എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന സമയം. എല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്നിടത്ത് ദൈവം ആരംഭിക്കും. നീ വിശ്വസിക്കൂ. യേശുവിനെ കല്ലറയിങ്കൽ അടക്കം ചെയ്തപ്പോൾ യഹൂദ ജനം ചിന്തിച്ചു, പട്ടാളക്കാർ ചിന്തിച്ചു, ഇവന്റെ ചരിത്രം തീർന്നു, ഇനി ഇവന്റെ ജീവിതമില്ല. എന്നാൽ മനുഷ്യന്റെ ബുദ്ധി അവസാനിച്ചിടത്ത് ദൈവത്തിന്റെ പ്രവർത്തികൾ ആരംഭിച്ചു. എൻ്റെ സഹോദര സഹോദരി, നീ വിശ്വസിക്കൂ, നിന്റെ ജീവിതത്തിലേക്ക് ഇതാ ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. ദൈവം പ്രവർത്തിക്കുന്ന സമയം. ഹീസ് ആക്റ്റീവ്, ഹീസ് ആക്റ്റീവ്. ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. യെസ്, that is what St. Paul says in his letter to Ephesians chapter 3 verse 20. എൻ്റെ ദൈവമേ, അങ്ങനിൽ പ്രവർത്തിക്കുന്നു. നിന്റെ ശരീരത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു, നിന്റെ മനസ്സിൽ ദൈവം പ്രവർത്തിക്കുന്നു. മനസ്സിൽ വലിയ ഭാരത്തോടുകൂടെ അനേകരുണ്ടല്ലോ.
ജീവിതം വല്ലാണ്ട് വിഷമിച്ചു നിൽക്കുന്നവരുണ്ടല്ലോ, വിശ്വസിക്കൂ, എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു. ഓരോ വ്യക്തിയും വിശ്വസിക്കട്ടെ. വിശ്വസിച്ച് ഈ വചനത്തിന്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കുന്ന അനുഭവം ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തുന്നില്ലായിരിക്കും. നിനക്കൊരുപക്ഷെ വലിയ സങ്കടമുണ്ടാവും. എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് നീ ഭാരപ്പെടുന്നുണ്ടാവും. പല അനുഭവങ്ങൾക്ക് മുമ്പിലും നീ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും. എന്നാൽ നിന്നെ ദൈവം ഉപേക്ഷിക്കുകയില്ല. പ്രവർത്തിക്കുന്ന ദൈവം നിന്റെ മേലിതാ പ്രവർത്തിക്കുന്നു. 75 വയസ്സില് അബ്രാഹത്തോട് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു, നിനക്കൊരു കുഞ്ഞുണ്ടാകും. 75 വയസ്സും കഴിഞ്ഞ് 25 വയസ്സും കൂടെ കഴിഞ്ഞിട്ടാണ് 100ാമത്തെ വയസ്സിലാണ് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തത്. 25 വർഷക്കാലം ആ മനുഷ്യൻ കടന്നുപോയിട്ടുള്ള ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ ഉത്തരം കിട്ടാത്തതിന് അനുഭവം നിന്റെ ഉള്ളിലുമുണ്ടല്ലോ. 2 കരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് ഭാരപ്പെടുന്ന ഓരോ കാര്യങ്ങളെ സമർപ്പിക്കുക. സാമ്പത്തിക മേഖലകളെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നവരുണ്ടല്ലോ, സമർപ്പിച്ചുകൊള്ളൂ. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരു വഴി ദൈവം എനിക്ക് വേണ്ടി തുറക്കും. ഏറ്റെടുക്കട്ടെ, ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു വഴി തുറക്കും. ഓ ദൈവമേ, ഞാൻ വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് ഈ ശുശ്രൂഷ സമയത്ത് ഈ ദൈവജനത്തോട് ചേർന്ന് ഞാൻ ഏറ്റെടുക്കുന്നു. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് ആബാ പിതാവേ എന്ന്, യേശുവേ എന്ന്, പരിശുദ്ധാത്മാവേ എന്ന് ആവർത്തിച്ച് ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയം ഓരോ വ്യക്തിയും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. എത്ര തകർന്ന അനുഭവങ്ങളും സകല വഴികളും അടഞ്ഞുവെന്ന് കരുതുന്നിടത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. വിശ്വസിക്കൂ. ഓ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവം. ഓ ദൈവമേ, ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന എന്റെ കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഈശോയേ, നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവം, നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഈ സഭയിൽ മഹത്വം, ഈ ശുശ്രൂഷയിൽ മഹത്വം, ദൈവത്തിന് മഹത്വം. നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും, എത്ര തകർന്ന അവസ്ഥയാണെങ്കിലും, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ മറിയത്തെ പോലെ സ്തോത്രഗീതം പാടട്ടെ. എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം, എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം, ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവം. ഓ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന് മഹത്വം കൊടുത്തു ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. യേശു ഒരു വാതിൽ തുറന്നാൽ ആമേൻ, ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആമേൻ, ആർക്കും അടപ്പാനാവുകില്ല. എല്ലാവരും തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിയൻ വാതിൽ അടച്ചിടുമേ, തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, ആമേൻ, എനിക്കായി വാതിൽ തുറന്നിടുമേ. യെശയ്യാ പ്രവചനം 22:22 അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും തടയാനും പറ്റില്ല. ഓ കർത്താവ്, ഞാൻ വിശ്വസിച്ചേറ്റെടുക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ ഈ വചനത്തിന്റെ അഭിഷേകം വെളിപ്പെടട്ടെ. ഓ കർത്താവ്, വഴികൾ തുറക്കട്ടെ. പ്രവർത്തിക്കുന്ന ദൈവമേ, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ മേല് വലിയൊരു അഭിഷേകം വെളിപ്പെടുന്നു. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
ഇത് വെറുതെ കാണാനുള്ള ഒരു ശുശ്രൂഷയല്ല, മറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ സമയമാണ്. ജപമാല കൈകളിൽ എടുക്കുക, ഒരുപക്ഷെ കഴുത്തിൽ ധരിച്ചിരിക്കുന്നതാവും കരങ്ങളിൽ എടുക്കുക. നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കയ്യിൽ ജപമാല പിടിച്ചുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനം നമ്മൾ ഈ ശുശ്രൂഷ സമയത്ത് ഏറ്റെടുക്കാൻ പോവാണ്. എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം, ഉച്ചത്തിൽ ഏറ്റുചൊല്ലണം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7-ാം തിരുവചനം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നത്, അപ്പോൾ വലതുകരം ഉയർത്തിപ്പിടിക്കുന്നു. ഒരിക്കൽ കൂടെ ഏറ്റു പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞേ, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മ വഴി സമ്മാനിക്കുന്ന അത്ഭുതകരമായൊരു വചനമാണ്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ പലവിധ വിഷയങ്ങളിൽ വല്ലാണ്ടാകുലപ്പെട്ടിട്ടുള്ളവരാണ്. യെസ് ഓർ നോ? യെസ്, ഒരു സംശയം വേണ്ട. പലവിധ വിഷയങ്ങളിൽ വല്ലാണ്ട് ഭാരപ്പെട്ടിരിക്കുന്നവരോട് പരിശുദ്ധ അമ്മ ഇതാ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. എൻ്റെ മകനെ, മകളെ, നീ വിഷമിക്കേണ്ട. നിന്റെ അവസ്ഥ നന്നായിട്ട് ഈ അമ്മയ്ക്ക് മനസ്സിലാകും. അതുകൊണ്ടൊരു കാര്യം പറയാം. എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പഠിപ്പിച്ചൊരു കാര്യം, അത് പൗലോസ് ശ്ലീഹ പഠിപ്പിച്ച കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളോടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന, നമുക്ക് കുറെ ധാരണകളുണ്ട്, നമ്മുടെ തലയ്ക്കകത്ത് കുറെ ചിന്തകളുണ്ട്, ഇങ്ങനെ പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു ധാരണയുണ്ട്. എന്നാൽ വചനം പഠിപ്പിക്കുന്നു, നിന്റെ ധാരണയെ അതിലംഘിക്കുന്ന, നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം, നിന്റെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നാട്ടുകാർ നൽകുന്നതല്ല, വീട്ടിൽ നിന്ന് കിട്ടുന്നതല്ല. ആര് നൽകുന്നത്? ദൈവം നൽകുന്ന സമാധാനം നിന്റെ ഹൃദയത്തെയും നിന്റെ ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഒരു ആമേൻ എന്ന് പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ പറഞ്ഞ വചനം അനുഭവിക്കാൻ പറ്റിയ, അനുഭവിക്കാൻ ശ്രദ്ധിക്കേണ്ട ശുശ്രൂഷ രീതിയാണ് ജപമാല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്. എത്ര വലിയ ആകുലപ്പെട്ട കാര്യമാണെങ്കിലും ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടുകൂടെ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ ചില വഴികൾ ഇങ്ങനെ തുറന്നു വരും. നമ്മുടെ ബുദ്ധിയിൽ കാണാത്ത, ചിന്തകളിൽ ഇന്നോളം ആലോചിച്ചിട്ടില്ലാത്ത എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ചില വഴികൾ തെളിഞ്ഞു വരും. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? അങ്ങനെ ജീവിതത്തിൽ പരിശീലിച്ച ഒരാളെയാണ് നമ്മൾ ജപമാലയിൽ കൂട്ടുപിടിക്കുന്നത്. ആരാണത്? പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ജപമാല ചൊല്ലി ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ധ്യാനിക്കണം. ഇത് വെറുതെയുള്ള ഒരു യാത്രയല്ല, മറിച്ച്
പരിശുദ്ധ അമ്മയിലൂടെ ഒരു യാത്രയല്ലേ? അങ്ങനെയല്ലേ? സന്തോഷത്തിന്റെ രഹസ്യം, പ്രകാശത്തിന്റെ രഹസ്യം, ദുഃഖത്തിന്റെ രഹസ്യം. 4 മഹിമയുടെ രഹസ്യം. ഈ രഹസ്യങ്ങളിലൊക്കെ നിഴല് പോലെ നിൽക്കുന്നത് ആരാണ്? പരിശുദ്ധ അമ്മ. 1-ാം രഹസ്യം, സന്തോഷത്തിന്റെ 1-ാം രഹസ്യം ആരംഭിക്കുന്നത് എവിടുന്നാ പറഞ്ഞേ? എവിടുന്നാ? ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മുമ്പിൽ ദൈവദൂതൻ ചെന്നിട്ട് പറയും. എന്തു പറയും? നീ ഗർഭം ധരിക്കാൻ പോകുന്നു, ഒരു പുത്രനെ പ്രസവിക്കാൻ പോകുന്നു. അപ്പോൾ ആ പെണ്ണ് എന്തു പറഞ്ഞു? എന്നെ കൊണ്ട് പറ്റിയല്ല, ഇതൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല, ഒന്ന് പൊക്കെ എന്നും പറഞ്ഞോണ്ട് ഓടിച്ചു വിട്ടോ? ഇല്ല. മറിച്ച് മറിയം എന്തു പറഞ്ഞു? ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം. ഓപ്പൺ ദ ബൈബിൾ തുറക്കൂ. 1-ാം അധ്യായം അതിന്റെ 38-ാം തിരുവചനം പറയുന്നു, മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഹല്ലേലൂയ. മറിയം പറഞ്ഞു. പറഞ്ഞേ. മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഹല്ലേലൂയ. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലെറ്റ് ഇറ്റ് ബി ഡൺ. നിന്റെ വാക്ക് അതെന്നിൽ നിറവേറട്ടെ. ലാറ്റിൻ ഭാഷയിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫിയാത്ത്. എന്താണ് ഫിയാത്ത്? പരിശുദ്ധ അമ്മയുടെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഫിയാത്തിൽ നിന്നൊരു യാത്ര ഇങ്ങനെ ആരംഭിക്കും. ഫിയാത്ത് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ലെറ്റ് ഇറ്റ് ബി ഡൺ. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വാക്കെന്നിൽ നിറവേറട്ടെ. ദൈവമേ, കാര്യം ശരിയാ, പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ, പക്ഷേ ഇതിന്റെ എല്ലാത്തിന്റെ നടുവിൽ ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു, ഇതെന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞതിനെയാണ് ഫിയാത്ത് എന്ന് പറയുന്നത്. ഫിയാത്തിൽ ഇങ്ങനെ ആരംഭിച്ച് ജപമാല ചെല്ലുമ്പോൾ അങ്ങനെയല്ലേ? ജപമാലയിൽ നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ 1-ാം രഹസ്യം ചൊല്ലി സന്തോഷത്തിന്റെ രഹസ്യത്തിലൂടെ യാത്ര ചെയ്ത് പ്രകാശത്തിന്റെ രഹസ്യങ്ങളും കടന്ന് ദുഃഖത്തിന്റെ രഹസ്യങ്ങളും കടന്ന് അവസാനം നമ്മൾ എങ്ങോട്ടേക്ക് എത്തും? മഹിമയുടെ രഹസ്യത്തിലെത്തും. മഹിമയുടെ രഹസ്യം ചൊല്ലി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതാ അവസാനം എവിടെ എത്തുന്നത്? പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മറിയത്തെ കൂട്ടിന് പിടിച്ച് ദിവ്യമായ രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന ഈ ജപമാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു യാത്രയാണ്. ആരിൽ ആരംഭിച്ച യാത്ര? പരിശുദ്ധ അമ്മയിൽ ആരംഭിച്ച യാത്ര. പരിശുദ്ധ അമ്മ ലൂക്കാ 1:38 പറഞ്ഞു ഫിയാത്ത്. എന്തു പറഞ്ഞു? ഫിയാത്ത്. ലാറ്റിൻ വാക്കാണ്. ലാറ്റിൻ വാക്ക് ഫിയാത്ത്. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഫിയാത്ത്. 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 ഈ ഫിയാത്തിൽ ആരംഭിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ അതിസുന്ദരമായിട്ടുള്ള ഒരു ശില്പം മൈക്കൽ ആഞ്ചലോ മനോഹരമായിട്ട് 15-ാം നൂറ്റാണ്ടിൽ റോമിൽ ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഇടം സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. ആ ബസിലിക്കയിൽ ഒരു സുന്ദരമായ ശില്പം 15-ാം നൂറ്റാണ്ടിൽ മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന ചിത്രകാരൻ, ശില്പചാതുര്യം കൃപയായി കിട്ടിയ ഒരുവൻ, ഇഷ്ടം പോലെ ചിത്രങ്ങൾ രൂപങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൈക്കൽ ആഞ്ചലോ കരവിരുത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവം കൊടുത്തതാ. പക്ഷേ ഒരൊറ്റ ചിത്രത്തിന് മാത്രമേ മൈക്കൽ ആഞ്ചലോ ഒപ്പിട്ടിട്ടുള്ളൂ. സാധാരണ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിത്രകാരന്മാര് ആ ചിത്രത്തിന് താഴെ ഒപ്പിടും, തങ്ങളുടെ പേരോ എന്തെങ്കിലും അവരുടെ ഒരു മുദ്ര കൊടുക്കും. എന്നാൽ മൈക്കൽ ആഞ്ചലോ ഒരൊറ്റ ശില്പത്തിന്റെ കീഴിൽ മാത്രമേ അത് ഒപ്പിട്ട് ഇതെന്റേതാണെന്നും പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ആ ചിത്രത്തിന്റെ പേരാണ് പിയാത്തെ. എന്നതാണ്? പിയാത്തെ. പിയാത്തെ അതിന്റെ ഒരു ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം കമ്പാഷൻ എന്നൊക്കെയാണ്. പൈറ്റി എന്നാണ്. കമ്പാഷൻ. പിയാത്തെ. പിയാത്തയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? എന്താ പിയാത്തെ ചിത്രം? പിയാത്തെ. പിയാത്തയുടെ ചിത്രത്തിന്റെ പ്രത്യേകത എന്താ?
നമ്മുടെയൊക്കെ നാട്ടിൽ പലയിടങ്ങളിലും ആ ചിത്രം കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ഏതാ ചിത്രം? പരിശുദ്ധ മറിയത്തിന്റെ മടിയിൽ കിടക്കുന്ന ഈശോ കുരിശിൽ നിന്നിറക്കപ്പെട്ട്, അല്ലേ, കുരിശിൽ നിന്നിറങ്ങപ്പെട്ട് ഇതാ നിശ്ചലനായിട്ട് മറിയത്തിന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്ന ഈശോയുടെ ചിത്രം. ആ പുത്രനെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് മാറോടടുക്കി പിടിച്ചുകൊണ്ട് ആ അമ്മ ഇരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിനെയാണ് പിയാത്തെ എന്ന് വിളിക്കുന്നത്. പിയാത്തെ. അപ്പൊ യാത്ര എവിടുന്നാ തുടങ്ങിയത്? ഫിയാത്തിൽ തുടങ്ങി പിയാത്തയിൽ അവസാനിക്കുന്ന ഒരു യാത്രയുണ്ട്. ശ്രദ്ധിക്കണം. നമ്മൾ പറയുമ്പോൾ വെറും വാക്കുകൾ കൊണ്ട് പറയാനല്ല, മറിച്ച് ഇതിന്റെ പിന്നിൽ ഇവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും കടന്നു പോകേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ കാര്യങ്ങളെ ഈ യാത്രയിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. പിയാത്തയിൽ അവസാനിക്കുന്ന യാത്ര ആരംഭിച്ചത് ഫിയാത്തിൽ നിന്നാണ്. ലെറ്റ് ഇറ്റ് ബി ഡൺ. സംഭവിക്കട്ടെ, നിന്റെ വാക്കെന്നിൽ സംഭവിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് 1-ാം അധ്യായം, ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ വായിച്ചു നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കുഞ്ഞു വചനം ലൂക്കാസ് വിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേതാണെന്നറിയോ? ഒന്നും കൂടെ വായിച്ച ആ വചനം. 1-ാം അധ്യായം 38-ാം തിരുവചനം. മറിയം പറഞ്ഞു, കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഒരു കൊച്ചു വാക്കും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വാക്ക്? വായിച്ചേ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. എന്തു മനസ്സിലായി? അപ്പോൾ അവളുടെ മുമ്പിൽ നിന്ന് ദൂതൻ മറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് ഗർഭകാല സമയത്ത് ഈ മറിയം കടന്നുപോയ ദുഃഖത്തിന്റെ, ദുരിതത്തിന്റെ, കണ്ണുനീരിന്റെ നടുവിൽ തൊട്ടടുത്ത് നിന്ന് ദൂതൻ ആശ്വസിപ്പിക്കുന്നതായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. മറിയം കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ദൂതൻ വന്നിട്ട് ചില കാര്യങ്ങൾ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. സ്വന്തം മകനെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയി വിഷമിച്ച് നടക്കുമ്പോൾ ആ ദൂതൻ വന്നിട്ട് ഡോണ്ട് വറി, ദേ മകൻ അവിടെയുണ്ടെന്ന് പറഞ്ഞോ ചേച്ചി? ഇല്ല. മകനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ കേട്ടവസരത്തിൽ നാട്ടുകാർ പലതും പറയുന്നു. മകനെ കുറിച്ച് നാട്ടുകാർ പലതും പറയുന്നു. ആരോപണങ്ങൾ ഇഷ്ടം കൂടെയുണ്ട്, ഭാരം ഇഷ്ടം പോലെയുണ്ട്. വീട്ടിലിരിക്കുന്ന മറിയത്തിന്റെ മുമ്പിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞോ, മറിയമേ ഡോണ്ട് വറി, മകനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ വിഷമിക്കണ്ട കേട്ടോ, ഡോണ്ട് വറി പറഞ്ഞോ? ഇല്ലെന്ന്. കുരിശിന്റെ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ ആ കുരിശ് യാത്രയിൽ ഈശോ കുരിശും പിടിച്ച് ജീവിതയാതനകളും പേറി കാൽവരി മലയിലേക്ക് പോകുമ്പോൾ ഇത് കണ്ട് വിങ്ങിപ്പെട്ടുന്ന മറിയം, അബേലച്ചൻ കുരിശിന്റെ വഴിയിൽ സുന്ദരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇതാ രണ്ടുപേർ മുഖത്തോട് മുഖം തിരിയുന്നു. കുരിശിന്റെ വഴിയുടെ ഒരു യാത്ര എന്ന് നിൽക്കുന്നത് അവിടെയാ. രണ്ട് കണ്ണുകൾ, അല്ലേ, രണ്ടുപേർ പരസ്പരം നോക്കി വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങൾ, അല്ലേ. ആരെക്കുറിച്ചാ? മറിയത്തെ കുറിച്ചാ. അങ്ങനെ ഈ മകനെ നോക്കി വിങ്ങിപ്പൊട്ടുമ്പോ തൊട്ടടുത്ത് ഈ മാലാഖ വന്ന് ചേർത്ത് പിടിച്ചോ. മാലാഖ വന്നിട്ട് തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, ഡോണ്ട് വറി, മകനൊരു 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേറ്റോളും, നൗ യു ഡോണ്ട് വറി. അങ്ങനെ പറഞ്ഞോ? ഇല്ലെന്ന്. ഈ കുരിശേ കിടക്കുന്ന മകനെ നോക്കി താഴെ നിന്നുകൊണ്ട് യോഹന്നാന്റെ കൈ പിടിച്ചുകൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുമ്പോ സ്വന്തം മകൻ പെടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടപ്പോ തൊട്ടടുത്ത് നിന്ന് മാലാഖ അടുക്ക നിന്നുകൊണ്ട് മറിയത്തോട് പറഞ്ഞ്, കരയേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ ശരിയാവും. പറഞ്ഞോ? ഇല്ലെന്ന്. മൈക്കലാഞ്ചലോ സുന്ദരമായിട്ടുള്ള ചിത്രം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് തരുമ്പോൾ സ്വന്തം മടിയിൽ ഇങ്ങനെ മാറോട് ചേർത്തുകൊണ്ടൊരു അമ്മ, ശരീരമാണ്, അല്ലേ, മകന്റെ ശവശരീരം, ജീവനുള്ള ശരീരമല്ല കേട്ടോ, ജീവനുള്ള ശരീരമല്ല, ശവശരീരം. ജീവനറ്റ ശരീരത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരായുസിൽ പൊന്നുപോലെ വളർത്തിയ മകനല്ലേ, 33 വയസ്സിന്റെ ചോരത്തിളപ്പിൽ ഇവനെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ ഈ അമ്മയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു മാലാഖ പറഞ്ഞോ കുഴപ്പമില്ലെന്ന്? ഇല്ല. ലൂക്കാസ് വിശേഷം 1:38 ബൈബിളിൽ ലൂക്കാസ് വിശേഷകൻ അർത്ഥവത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും
മറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത കാര്യം ഇനി മുന്നോട്ട് നയിക്കണം. ഏറ്റെടുത്ത കാര്യം മുന്നോട്ട് നയിക്കണം. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. വീണുപോയേക്കരുത്, വീണുപോയേക്കരുത്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സമയത്ത് തോന്നും എല്ലാം നഷ്ടപ്പെട്ടു പോയോ തോന്നും. എന്നാൽ മറിയം പഠിപ്പിക്കുന്ന യാത്രയുടെ പ്രത്യേകത എന്നാന്നറിയാവോ? നീ വീണു പോകരുത്. കാരണം ഒരായുസിൽ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സംഭവങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നടന്നൊരു സ്ത്രീയാ നിന്നെ പഠിപ്പിക്കുന്നത്. നീ വീണു പോകരുത്. അതുകൊണ്ടാണ് ജപമാല ചെല്ലുമ്പോൾ വെറുതെ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്ത അല്ലെന്ന്. ഇതൊരു ജീവിതമാണെന്ന്. ഓരോ നന്മ നിറഞ്ഞ മറിയമവും ചെല്ലുമ്പോൾ നീ ഹൃദയത്തിൽ പറയണം, യെസ്, ഇത് ജീവിതത്തിൽ ഒരായുസ് മുഴുവൻ ജീവിതത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത ഒരു സ്ത്രീയുടെ ജീവിതമാണ് നമ്മൾ ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. വചനമാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ ഗുണം? നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങളെ പരിശുദ്ധ മറിയത്തോട് ചേർത്ത് വെച്ച് നിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ടെന്ന്. ശ്രദ്ധിച്ചോണം. വീട്ടിലിങ്ങനെ പ്രശ്നം ഉണ്ടായി ഒറ്റയ്ക്ക് മുറിയിൽ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോ നീ വിചാരിക്കരുത് ഇപ്പൊ ചുറ്റുവട്ടത്തും സ്വർഗീയ മാലാഖമാർ വന്ന് നിന്നെ വീശുവെന്ന് പ്രതീക്ഷിക്കണ്ട. നീ ഇരുന്ന് കരയുമ്പോ പെടഞ്ഞു വീഴരുത്. കയ്യിൽ ആ ജപമാല പിടിച്ചോണ്ട് ചിന്തിക്കണം, എന്ത് എനിക്ക് മുമ്പേ ഒരു സ്ത്രീ അനുഭവിച്ച ഒരു ജീവിതമുണ്ടെന്ന്. നിങ്ങളുടെ മകനെ കുറിച്ച് നിങ്ങൾ അങ്ങോട്ട് വല്ലാണ്ട് ഭാരപ്പെടുമ്പോ, അത് ഏത് തരത്തിലുമായിക്കൊള്ളട്ടെ, മകനെ കുറിച്ച് നാട്ടുകാർ ഇങ്ങനെ പറയുന്നു, മകന്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ, മകന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, ദൈവമേ എല്ലാം തീർന്നോ? തീർന്നിട്ടില്ല. ഫിയാത്ത് മുതൽ പിയാത്ത് വരെയുള്ള യാത്രയുടെ ബലം അതാണ്. ജീവിത കാലഘട്ടം മുഴുവൻ ആകുലപ്പെടാതെ ഭാരപ്പെടാതെ ജീവിച്ച ഒരു സ്ത്രീ എന്നെ നിന്നെ പഠിപ്പിക്കുകയാണ്. ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളോടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ ദൈവസന്നിധിയിൽ നിങ്ങൾ അപേക്ഷകൾ അർപ്പിക്കുവിൻ. അപ്പോൾ അങ്ങനെ ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തിന്റെ സമാധാനം നിറയും. ഈശോയെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കും. ഈശോയെ, അൾത്താരയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. കർത്താവ്, എൻ്റെ ഉള്ളിൽ അത്രമേൽ വലിയ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഈശോയെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ വലയം ചെയ്യണമേ. അങ്ങ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വലിയ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നീ പ്രാർത്ഥിക്കേണ്ടത്, നിന്റെ ജീവിതത്തിൽ നിന്നെ ആകുലപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്താണോ അത് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയെ പ്രത്യേകം ചേർത്ത് പിടിച്ചുകൊള്ളുക. കാരണം ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെ മധ്യത്തിൽ പരിശുദ്ധ മറിയം ഒരു വലിയ തീരുമാനമെടുത്തു. ലൂക്കാസ് സുവിശേഷം 1:38. അങ്ങേയറ്റം തകർച്ചയുടെ മധ്യത്തിൽ മറിയം ഏറ്റെടുത്ത വലിയ ദൗത്യം, ഇതാ കർത്താവിൻ്റെ ദാസി. ദാസി അഥവാ ദാസൻ എന്നതിൻ്റെ അർത്ഥം ഇനി മുതൽ യജമാനൻ പറയുന്നത് ഞാൻ ചെയ്തു കൊള്ളാം. ദൈവമേ, അങ്ങയുടെ അടിമയാണ് ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കുന്നില്ല, മറിച്ച് ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഈ വലിയ തീരുമാനമെടുത്ത മറിയം പിന്നീട് ആകുലപ്പെട്ട് ഭാരപ്പെട്ട് നടന്നതായി വചനത്തിൽ പറയുന്നില്ല, മറിച്ച് വിശ്വസ്തയോടുകൂടെ കുരിശും ചുവട്ടിലും പിന്നീടുള്ള ജീവിത വഴികളിലും
ശക്തമായി നിലനിന്നിരുന്ന ഒരു വ്യക്തി. ഈ മറിയത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയം നീയും തീരുമാനമെടുക്കണം. ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ ആകുലത, ഈ പ്രശ്നം, ഈ അസ്വസ്ഥത, എൻ്റെ ഉള്ളിൽ എനിക്കൊരു ബലം ദൈവം തന്നിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പിലൊന്നും ഞാൻ വീണു പോകേണ്ട വ്യക്തിയല്ല. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പ്രാർത്ഥനയിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ അപേക്ഷകളോടുകൂടെ ദൈവസന്നിധിയിൽ നീ ആയിരിക്കാൻ ഇതാ നിന്നെ പരിശുദ്ധ മറിയം ക്ഷണിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഞെരുക്കം നടന്ന സമയത്താണ് മറിയം സ്തോത്രഗീതം പാടിയത്. ജീവിതത്തിൻ്റെ ഇരുട്ടിൻ്റെ മധ്യത്തിൽ നിന്ന് സ്തോത്രഗീതം പാടിയ മറിയം നിന്റെ മേലും എൻ്റെ മേലുമുണ്ട്. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെ ഓർത്ത് സ്തുതിക്കുക. നീ ഇന്ന് അനുഭവിക്കുന്ന വിഷമം, ആകുലത എന്താണോ അതിനെ ഓർത്ത് സ്തുതിക്കുക. സാമ്പത്തിക തകർച്ചയുള്ള സഹോദര സഹോദരി, ആ സാമ്പത്തിക തകർച്ച തന്നതിനെ ഓർത്തുകൊണ്ട് സ്തുതിക്കുക. കാരണം ദൈവം അറിയാതെ നിനക്കൊന്നും സംഭവിക്കില്ല. ദൈവം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് മറുവശമുണ്ട്. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ എന്താണ് നിന്റെ ഭാരം, എന്താണ് നിന്റെ കണ്ണുനീര്, ആ കണ്ണുനീര് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഇന്ന് കടന്നു പോകുന്ന ഈ സങ്കടത്തെ, ഒറ്റപ്പെട്ട അനുഭവത്തെ, ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളെ കരങ്ങൾ ഉയർത്തി അതൊരു സ്തുതിപ്പായി കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ, പ്രാർത്ഥനകളോടുകൂടെ, അപേക്ഷകളോടുകൂടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിനെന്ന് ഇതാ വചനം പഠിപ്പിക്കുമ്പോൾ വിശ്വസിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ദൈവജനം ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ആബാപിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, പുത്രനായ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, എല്ലാവരും പോരാ, കരങ്ങൾ ഉയരപ്പെടട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയപ്പെടട്ടെ, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, നാവ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവേ വിളിച്ച് 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 പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ വ്യക്തികളുടെ മേലും വെളിപ്പെടട്ടെ. പൗലോസ് ലേഖനം 4-ാം 7-ാം തിരുവചനം. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്നു. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും വികാര വിചാരങ്ങളെയും ആലോചനകളെയും എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഓ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. സംഭവിക്കട്ടെ. ഓ കർത്താവേ, ഈ ദൈവജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ.